നേരത്തെ നമ്മൾ ഒരു ടെക്സ്ചർ അപ്ലോഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു റൂം വരച്ചിട്ടുള്ളൂ. അതിനകത്ത് ഞാനിപ്പോൾ ഒരു കിച്ചൺ ക്യാബിനറ്റാണ് വെച്ചേക്കുന്നത്. നമുക്കൊരിക്കലും ഒരു ക്യാബിനറ്റിൻ്റെ ഡയറക്റ്റ് നമുക്കൊരു എന്താ പറയുക ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്കിങ്ങനെ ഡയറക്റ്റിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ആവില്ല അങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് ഒരു വോളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അത് അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റൂം നമ്മൾ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ റൂമിൽ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ആ ഒരു കളറ് ആ വോള് കണ്ടിന്യൂ ചെയ്ത് മൊത്തം വരും. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്ത വോളിൽ ചെയ്ത എല്ലാ ഡെക്കോർ ഐറ്റംസ് പോകും. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ എന്തെങ്കിലും 2Dയിൽ പോയിട്ട് ജസ്റ്റ് ഒരു വോള് ഒരു വരച്ചിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ വോളിൽ അപ്ലൈ ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത ഡിസൈനിലൊന്നും മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഇതിൽ വന്ന് 3Dയിൽ വന്നിട്ട് ഞാനിപ്പോൾ ക്ലിയർ ചെയ്യാം. മൈ പ്രോജക്റ്റിൽ അപ്ലോഡ്സിൽ പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാം ലാമിനേറ്റ്സ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത് ഇതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ലാമിനേറ്റാണ് ഞാൻ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാനിപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വോൾ എവിടെയൊക്കെ കണക്റ്റ് ആയിട്ടുണ്ട് ആ കണക്ട് ചെയ്ത എല്ലാ വോളിലേക്കും അത് പോകും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഏത് വോളിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വോളിലൊന്ന് ഡയറക്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ആ ഒരു വോളിൽ മാത്രമായിട്ട് അപ്ലൈ ആവും. അതല്ലെങ്കിൽ സ്പ്രെഡാവും. ഇപ്പോൾ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചേക്കുന്നെങ്കിൽ ആ റെക്റ്റാങ്കിൾ ഫുള്ളായിട്ട് ആ ഒരു കളറ് നമുക്ക് സ്പ്രെഡായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് പിന്നെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ പകുതിയും അതിൽ പോവും. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തുനിന്ന് നമുക്ക് മെറ്റീരിയൽ പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ടൂൾ കിറ്റിൽ പോയിട്ട് മെറ്റീരിയൽ ബ്രഷിൽ ക്ലിക്ക് ചെയ്യാം. ഏത് ലാമിനേറ്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ലാമിനേറ്റിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ ക്യാബിനറ്റ് മൊത്തമായിട്ടാണെങ്കിൽ എനിക്കിങ്ങനെ സെലക്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, മൗസ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. ഡോറ് മാത്രമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ഷൻ കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ഡോറ് മാത്രമാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഡോറ് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടോ? ഇനി അതല്ല, എനിക്ക് ആ ക്യാബിനറ്റ് മൊത്തമായിട്ടാണ് വേണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സെലക്ഷനിൽ അപ്ലൈ ചെയ്ത ക്യാബിനറ്റ് ഫുള്ളായിട്ട് നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യാനോ പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് നമുക്കൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യാനായിട്ട് ക്യാബിനറ്റിൽ കൊണ്ട് കാണിച്ചാലാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനുള്ളൂ. ഈ മെറ്റീരിയൽ മാത്രമല്ല, വേറെ ഏതൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യണമെങ്കിലും വോളിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. ക്യാബിനറ്റിലോ വാർഡ്രോബ്സ് അങ്ങനെയുള്ള ഒരു ഐറ്റത്തിലും നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ.